ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. നമ്മളിടുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലത്തെ ഒന്ന് ഷെയറും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഓരോന്നിൻ്റെയും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം നിങ്ങളും പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓക്കെ, വിട്ടുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ് വരുന്നത്? അമ്പലവയൽ, ജില്ല വയനാട് കേട്ടോ. വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇഞ്ചി ഗവേഷണ കേന്ദ്രം നോട്ട് ചെയ്തല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കേട്ടോ. കുരുമുളക് ഗവേഷണ കേന്ദ്രം വരുന്നത് എവിടെയാണ്? പന്നിയൂരാണ്. അപ്പം എൻ്റെ കൂടെ തന്നെ പഠിക്കുക. കുരുമുളക് ഗവേഷണ കേന്ദ്രം വരുന്നത് പന്നിയൂർ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാട്ടുപാറ, ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാട്ടുപാറ, ഇടുക്കി ജില്ലയിലെ പാമ്പാട്ടുപാറ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം വരുന്നത് മയിലാടുംപാറ, ഇടുക്കിയിൽ കേട്ടോ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം വരുന്നത് മയിലാടുംപാറ, ഇടുക്കി. ഓക്കെ, മയിലാടുംപാറ, ഇടുക്കി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശ്ശൂർ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശ്ശൂർ കേട്ടോ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശ്ശൂർ നോട്ട് ചെയ്യാം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂർ. അപ്പോൾ അതും എവിടെ? തൃശ്ശൂർ ജില്ലയിലാണ് വരുന്നത് കേട്ടോ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂർ. ഓക്കെ, നോട്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല, മേനോൻപാറയിലും. പിന്നെ തിരുവല്ലയും മേനോൻപാറയും കേട്ടോ വരുന്നത്. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ലയും മേനോൻപാറ കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. കരിമ്പ് ഗവേഷണ കേന്ദ്രം ഏതാണെന്ന് പഠിച്ചു പോവുക. ഓക്കെ, അടുത്ത നമുക്ക് പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം ജില്ലയിലെ ഓടക്കാലി കേട്ടോ. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ജില്ല വരുന്നത് എറണാകുളമാണ് കേട്ടോ. ജില്ലയും നോട്ട് ചെയ്ത് വെക്കുക. ജില്ല വരുന്നത് എറണാകുളമാണ്, ഓടക്കാലി കേട്ടോ. നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം, കടച്ചാൽ കുഴി എന്ന് പറയും. കടച്ചാൽ കുഴി. ഓക്കെ, നാളികേര ഗവേഷണ കേന്ദ്രം. ശ്രദ്ധിക്കുക, നാളികേര ഗവേഷണ കേന്ദ്രം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, തെങ്ങ് ഗവേഷണ കേന്ദ്രമോ കായംകുളം, ആലപ്പുഴ. അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്, അപ്പോൾ അത് തെറ്റിക്കരുത്. തെങ്ങ് ഗവേഷണ കേന്ദ്രം വരുന്നത് കായംകുളം, ആലപ്പുഴ ജില്ല കേട്ടോ. ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. അടയ്ക്ക ഗവേഷണ കേന്ദ്രമോ കായംകുളത്തും തിരുവനന്തപുരത്തും വരുന്നുണ്ട്. അടയ്ക്ക ഗവേഷണ കേന്ദ്രം കായംകുളവും തിരുവനന്തപുരം. അടയ്ക്ക ഗവേഷണ കേന്ദ്രം കായംകുളം, തിരുവനന്തപുരം. പഠിച്ചു പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി, മാങ്കൊമ്പ്, വൈറ്റല, കായംകുളം. പട്ടാമ്പി, മാങ്കൊമ്പ്, വൈറ്റല, കായംകുളം കേട്ടോ. 4 എണ്ണം വരുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെല്ല് ഗവേഷണ കേന്ദ്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണ്, തിരുവനന്തപുരത്തെ ശ്രീകാര്യം. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. വിള ഗവേഷണ കേന്ദ്രം. ഓക്കെ, തോട്ടവിള ഗവേഷണ കേന്ദ്രം കുട്ലു, കാസർഗോഡ് കേട്ടോ. കാസർഗോഡ് ജില്ലയിലാണ് വരുന്നത് തോട്ടവിള ഗവേഷണ കേന്ദ്രം. ഓക്കെ, തോട്ടവിള ഗവേഷണ കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയ്യം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയ്യം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആനക്കയ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. വനം ഗവേഷണ കേന്ദ്രം വരുന്നത് പീച്ചിയിലാണ്. ശ്രദ്ധിക്കുക, വനം ഗവേഷണ കേന്ദ്രം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വരുന്നത് പീച്ചി കേട്ടോ. പീച്ചിയാണ് ഉത്തരം വരുന്നത്. ഓക്കെ,
നെക്സ്റ്റ് കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചി. മത്സ്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയം. കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉള്ളതെന്ന് ചിന്തിച്ച് വയ്ക്കുക. റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയം അങ്ങനെ വിചാരിക്കുക. റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയം കേട്ടോ. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. അഗ്രോണമിക് റിസർച്ച് കേന്ദ്രം വരുന്നത് ചാലക്കുടിയിലാണ്. ചാലക്കുടി. ഉത്തരം വരുന്നത് എന്താണ്? ചാലക്കുടിയാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം മൂഴിക്കൽ. കോഴിക്കോട് ജില്ലയിലെ മൂഴിക്കലിലാണ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വരുന്നത് കേട്ടോ. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വരുന്നത് മൂഴിക്കൽ, കോഴിക്കോട് കേട്ടോ. വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം വരുന്നത് കരമന, തിരുവനന്തപുരത്തെ കരമന കേട്ടോ. വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമന, തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ല ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ജില്ലയെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. നെക്സ്റ്റ് കേന്ദ്ര ജലവിഭവ ഗവേഷണ കേന്ദ്രം എവിടെയാ? കുന്ദമംഗലം, കോഴിക്കോട്. കോഴിക്കോടാണ് ജില്ല വരുന്നത്. ജില്ല നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. പ്ലേസും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ, വയനാട്ടിൽ കേട്ടോ. ഓക്കെ. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ, വയനാടാണ് ജില്ല വരുന്നത് കേട്ടോ. ഓക്കെ. വയനാട് കേട്ടോ. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക, ചൂണ്ടൽ. ഓക്കെ. അപ്പോൾ പഠിച്ചു എന്ന് വയ്ക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം പാലോട്, തിരുവനന്തപുരം. എവിടെയാണ്? പാലോട്, തിരുവനന്തപുരം. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം പാലോട്, തിരുവനന്തപുരം. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം പാലോട്, തിരുവനന്തപുരം. ഇന്തോ നോർവീജിയൻ പ്രോജക്റ്റ് നീണ്ടകര, കൊല്ലം. കൊല്ലത്ത് നീണ്ടകരയിൽ കേട്ടോ. ഓക്കെ. ഓക്കെ. ഇന്തോ നോർവീജിയൻ പ്രോജക്റ്റ്. ഓക്കെ. നീണ്ടകര, കൊല്ലം. ഇൻഡോ സ്വിസ് പ്രൊജക്റ്റ് മാട്ടുപ്പെട്ടി, ഇടുക്കി. ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി. ഓക്കെ. ഇൻഡോ സ്വിസ് പ്രൊജക്റ്റ് മാട്ടുപ്പെട്ടി, ഇടുക്കി. ഇടുക്കി കേട്ടോ. ജില്ല ഓർമ്മിച്ച് വയ്ക്കുക, ഇടുക്കി. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴ. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴ കേട്ടോ. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് വരുന്നത്? ആലപ്പുഴ. ആലപ്പുഴ കേട്ടോ. ഓക്കെ. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സുഗന്ധ ഭവൻ. എവിടെയാണ്? പാലാരിവട്ടം, കൊച്ചി. സുഗന്ധ ഭവൻ എന്നും വേണമെങ്കിൽ വരാം. ക്വസ്റ്റ്യൻ എന്താണ്? പാലാരിവട്ടം, കൊച്ചി. കൊച്ചിയിലെ പാലാരിവട്ടം കേട്ടോ. കൊച്ചിയിലെ പാലാരിവട്ടം. ഓക്കെ.